ഉണ്ണികളുടെ ഉള്ളായ ഉള്ളൊക്കെ കള്ളങ്ങളഞ്ഞ് കരിമഴി മാറ്റി തുടം വെളിച്ചം തുളിച്ച് പടിയാറ് പടിയിലും പാനവും മൂണും തന്ന് എന്നെ നിറച്ചുട്ടി നിറവേറ്റി ആയത് എത്രയും ഉൾക്കാമ്പ് ബോധിച്ചു. അകത്തും ഇടത്തും വലത്തും തട്ടിൻ പുറത്തും താഴത്തും ആധിപത്യാന്ത പൊരുത്തം വരുത്തി ചമച്ച് തൻ പൊരുൾ പോലിയാക്കി മക്കൾക്ക് വരുന്ന സങ്കടങ്ങൾ തട്ടി നീക്കി ആവത്തൊഴിച്ച് നിറവേറ്റി തന്നോളാം. എന്നാൽ പോരെ. എന്താ അമ്മ 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 ഞാൻ പോട്ടെ അമ്മ. എന്താ അമ്മ? അതെ, ഡോക്ടർ പറഞ്ഞത് ഓർമ്മല്ലേ? കാലമേലത്തെ നീര് പോവാനേ 2 ദിവസം പിടിക്കും. ഈ കാലം വെച്ച് നീ അടുക്കളയ്ക്കൊന്നും കയറാൻ നിൽക്കണ്ട. ചക്കനിക്കുണ്ടല്ലോ, കളിക്കാൻ നിൽക്കണ്ട. അതെ, ഞാൻ ഇത്തിരി കഞ്ഞി ഉണ്ടാക്കി കൊണ്ടു കേട്ടോ. ഗുളിക വന്നിട്ട് കഴിക്കാം. അമ്മ ഞാൻ പോട്ടെ അമ്മ. അമ്മ എന്താ അമ്മ? ഇവൻ വന്നിട്ട് അമ്മ മിണ്ടണില്ല പറഞ്ഞപ്പോ ഞാനാകെ പേടിച്ചേ. അവിടെ ചേട്ടനുമില്ല. ഒന്നുമില്ല, ഗുളിക കഴിച്ചേന്റെ ആവും. ഒരു മയക്കം. ഈ നേരത്തെ വീട്ടിലെത്തിക്കൊള്ളു കേട്ടോ. ഇനി വിളിക്കാനും പറയാനൊന്നും നിൽക്കണ്ട. കാല് വേനക്കിനോ മേല് വേനക്കിനോ എന്നൊന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് വായോ, ശരിയാക്കി തരാം. Amin tanamay amin tanamay Bhagavani Bhagavatonya sandon because Tonya sandon Bhagavani Bhagavati Bhagavani Bhagavati Bhagavati
സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ ഭഗവാനേ ഭഗവതിയേ സ്വാമിയേ അമ്മേ ഭഗവതിയേ അമ്മേ ഭഗവതിയേ ഭഗവതിയേ അമ്മേ ജനിച്ചുമ്പു മീഹൽ നരകവാടിന്നു കരകറ്റിടണം ശിവശംഭു മണക്കാലത്തെ ഭയത്തിൽ മതിമനം തിരുവൈക്കമ്പാടും ശിവശംഭു ശിവശിവായ പറയാതല്ല വലിയൊരു കാട്ടിലകപ്പെട്ടേനഹം വഴിയും കാണാതെ ഉഴലുമ്പോൾ വഴിയിൽ വഴി അല്ലേനം തിരുവൈക്കം വാഴും ശിവശംഭു എളുപ്പമായുള്ള വഴിയെ കാണുമ്പോൾ ഇടുക്കിടെ 6 പടിയുണ്ട് പടിയാറും കടന്നു നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാടി നടുവിൽ നരകത്തിൽ നിന്നു കരകെട്ടിടണം തിരുവൈക്കം വാഴും ശേഷം ഹലോ. ഞാൻ സേതുവാ. ഇപ്പൊ എവിടെ? ഞാനിവിടെ ഒരു വീട്ടിലാ. വീടോ? ഏത് വീട്? വീട് എനിക്കറിയില്ല. അത് ശരി. അവിടെ എന്താ സ്ഥിതി? ഇവിടെ ആകെ പ്രശ്ന. അവരുടെ 3 ആൾക്കാർ ആസ്പത്രിയിലാ. സംഭവം കുറച്ച് സീരിയസ്. നമ്മുടെ ആൾക്കാർക്ക് എന്തെങ്കിലും? ചെറിയ പരിക്കുണ്ട്, കുഴപ്പമില്ല. പക്ഷെ നിന്റെ സ്ഥിതി എന്താ? എനിക്കിവിടെ പ്രശ്നമൊന്നുമില്ല. പോലീസ് എല്ലാരും വീട്ടിലെത്തിയിട്ടുണ്ട്. പക്ഷെ നീ ഇപ്പൊ പുറത്തിറങ്ങണ്ട. 154 പ്രഖ്യാപിച്ചിരിക്കുക. അതെ, ഒരാൾ വരുന്നുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. കണി കാണും നേരം കമല നേത്രന്റെ മഞ്ഞത്തു ചാത്തി കഴകിങ്ങനെ വളകൾ മൂതി ചിലക്കേഴുകൾ പറഞ്ഞും ബാധിച്ചു കണി കാണും നേരം കമല നേത്രന്റെ നിർമേറും മഞ്ഞത്തു ചാത്തി കഴകിങ്ങനെ വളകൾ മോതിരം അന്നു കാണണം ഭഗവാനെ ഭഗവാനെ ഭഗവതിയെ കാത്തോളനെ.
ബാഗുബജി പറഞ്ഞോളൂ. അതെ, നീ ഉൾപ്പെടെ 5 പേർക്കെതിരെ വധശ്രമത്തിനാ കേസ്. ഇതുവരെ ആരും പിടികൊടുത്തിട്ടില്ല. പിന്നെ വേറൊരു കാര്യമുള്ളത്, ജാമ്യം കിട്ടിയിട്ട് മതി സറണ്ടർ ആവുമെന്നാ സെക്രട്ടറി പറഞ്ഞു. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ എവിടെയാ? അതെ, അതിലെ അനിയും സുനിയും പിന്നെ അസിയും കൂടിയിട്ട് BSന്റെ തോളത്തിൽ. ജാമ്യം ഇപ്പൊ എന്നത്തേക്ക് കിട്ടുന്ന പറഞ്ഞു? ഒന്നും പേടിക്കണ്ട, അത് തിങ്കളാഴ്ചക്ക് ശരിയാക്കുന്ന സെക്രട്ടറി പറഞ്ഞ്. ഇന്ന് ശനി, നാളെ ഞായർ, 2 ദിവസം. 2 ദിവസം പുറത്തേക്ക് ഇറങ്ങണ്ട. അവരുടെ ആൾക്കാരും പോലീസും മരിച്ചു പറക്കണ്ട്, സൂക്ഷിക്കണം. 2 ദിവസം ഒന്നും നിൽക്കാൻ പറ്റുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എടാ, തൽക്കാലം അവിടെ നിൽക്കാതെ വേറെ വഴിയൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ അങ്ങോട്ട് വന്നാലോ? ഇങ്ങടോ? അവിടെ എന്താ പ്രശ്നം? ഇവിടെ ആകെ പ്രശ്നങ്ങളേ ഉള്ളൂ. ഈ വീട് ശരിക്കും എവിടെയാ? ഈ വീട് എവിടെയാന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. പ്ലാക്കാട്രിന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങ് ഓടിയത് എനിക്ക് ഓർമ്മയുണ്ട്. ഏകദേശം 1.5 കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുണ്ട്. ഇവിടെ കുന്നിൻ്റെ മുകളിൽ ഒരു പാലേ എരിഞ്ഞ, അതിൻ്റെ മുകളിൽ ഒരു 5 കൂടോ തേനീച്ചക്കൂടോ എന്തൊക്കെയോ കാണാണ്ട്. അത്ര മാത്രമേ അറിയുള്ളൂ. പിന്നെ ഇവിടെ ഒരു ചെക്കുണ്ട്, ഒരന്തക്കൊരു സാധനം, ഏതു നേരം പ്രാർത്ഥനക്കാരൻ. ഇതൊരു 4ാമത്തെ തവണ ഇപ്പോൾ. എന്താ ചെക്കന് പ്രാന്തൊന്നുമില്ലല്ലോ? കുറച്ച്. അത് ശരി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഞാൻ അങ്ങോട്ട് വിളിക്കാം. വേണ്ട, അതിൽ ബാറ്ററി വീക്കാണ്, ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ പോവാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. ശരി. നാഗലശ്ശേരി ഉരുപ്പാക്കപ്പാടം പ്രദേശങ്ങളിൽ 5 അതിൽ കൂടുതലോ ആളുകൾ കൂടി നിൽക്കുന്നതും ആയുധങ്ങൾ കൊണ്ടു നടക്കുന്നതും ഇന്നു മുതൽ 3 ദിവസത്തേക്ക് നിരോധിച്ചതായി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുന്നു. നിരോധനാജ്ഞ ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കുമെന്ന് പോലീസ്
ആക്ട് 21-23 പ്രകാരം ചാലിശ്ശേരി സ്റ്റേഷൻ പരിധിയിലെ നാഗലശ്ശേരി ഉപ്പാക്കപ്പാടം പ്രദേശങ്ങളിൽ 5 അതിൽ കൂടുതലോ ആളുകൾ കൂടി നിൽക്കുന്നതും ആയുധങ്ങൾ കൊണ്ടു നടക്കുന്നതും ഇന്നു മുതൽ 3 ദിവസത്തേക്ക് നിരോധിച്ചതായി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുന്നു. വെളുവെളയുള്ള കൊമ്പുരണ്ടു അങ്ങനെയുള്ള ശ്രീഗണപതിയെ കുമ്പിടുന്നേ. ഗർഭവുമുണ്ടായി പാർവതിക്ക് മതിലുണ്ടു മാളിക നിനക്കിതു തന്നതാര് മുഖം കണ്ടാത്തരത്തുരുണ്ടോ പെണ്ണിന്റെ നിന്ദില്ലവും പേരും ചൊല്ല്. നാരായണം ഭജ നാരായണം ലക്ഷ്മി നാരായണം ഭജ നാരായണം നാരായണം ഭജ നാരായണം ലക്ഷ്മി നാരായണം ഭജ നാരായണം ലക്ഷ്മി നാരായണം ഭജ നാരായണം ലക്ഷ്മി നാരായണം നാഗുവായപ്പാ സാമി ശാന്തമയപ്പാ സാമി ശാന്തമയപ്പാ നന്ദലാല രഘുനന്ദനാല നന്ദലാല രഘുനന്ദനാല രാധാ മാധവ നന്ദലാല രാധാലുര നന്ദലാല നവനീതോര രാധാ സ്വാമി കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരിനാരായണ ഹരിനാരായണ. സന്തോഷായില്ലേ, തൃപ്തിയായില്ലേ? സന്തോഷായില്ലേ, തൃപ്തിയായില്ലേ, സന്തോഷായില്ലേ? ഭക്ത, എഴുന്നേറ്റോളൂ. ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. ആരാ? നീ പ്രാർത്ഥിക്കുന്ന ദൈവം തന്നെ. ദൈവോ? സംശയിക്കേണ്ട, ദൈവം തന്നെ. താരാ? അവിടെ ഇരിക്കുന്ന ആരുമല്ല, ഇവിടെ ഈ വീട്ടിനുള്ളിൽ ഒരു ദൈവമുണ്ട്. ഇവിടുത്ത ദൈവോ? തട്ടിൻപുറത്തപ്പനാണ് ഞാൻ. തമ്പ്രട്ട? ഉണ്ണി തട്ടിൻപുറത്തപ്പൻ. തട്ടുമ്പോ പറയാൻ പറ്റുന്നില്ല. തട്ടിൻപുറത്തപ്പൻ. തട്ടുമ്പത്തപ്പൻ. വർഷങ്ങളായി ഞാൻ ഇവിടെയുണ്ട്, പൂജകളും നിവേദ്യങ്ങളും ഒന്നുമില്ലാതെ. കോപിച്ചിരിക്കുകയാണ് ഞാൻ. എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല.
പൂജ ഉണ്ടെന്ന് അറിയില്ല. ശരി, നിനക്കൊരവസരം തരാം. പൂജിക്കേണ്ടത് എങ്ങനെയാ? തട്ടിൻപുറത്തപ്പ ശരണം, തട്ടിൻപുറത്തപ്പ ശരണം എന്ന് 3 പ്രാവശ്യം പറഞ്ഞാ മതി. തട്ടുമ്പുറത്തപ്പ ശബ്ദം വേണ്ട, അത്ര ശബ്ദം വേണമെന്നില്ല. മനസ്സിൽ പറഞ്ഞാൽ മതി, വിചാരിച്ചാൽ മതി. തട്ടുമ്പുറത്തപ്പ തട്ടുമ്പുറത്തപ്പ നേദ്യം അതിവിടെ ഈ വീട്ടിലുണ്ടാക്കുന്നത് എന്തും ഞാൻ സ്വീകരിക്കും. ഒപ്പം ഒരു പാത്രം ശുദ്ധജലവും. ഓർക്കുക, മുകളിൽ കയറി ആരും അശുദ്ധമാക്കരുത്. നിവേദ്യം വെച്ചു കഴിഞ്ഞാൽ അടച്ചുപൂജ വേണ്ടതാണ്. കഞ്ഞി ഉണ്ടാവുള്ളൂ. മതി. അടച്ചു പൂജ. ആ വാതിലടച്ച് പുറത്ത് നിന്നാ മതി. ആ തട്ടിൻപുറത്തപ്പനുള്ളത് കോണിപ്പടിയിൽ കയറ്റി വെച്ചാൽ മറ്റു ദൈവങ്ങൾക്ക് മുന്നിൽ വെച്ചാൽ തട്ടിൻപുറത്തപ്പന് എത്തില്ല, കിട്ടില്ല. ഇപ്പോൾ ഞാൻ പോകുന്നു. തട്ടുമ്പുറത്തപ്പ ശരണം, തട്ടുമ്പുറത്തപ്പ ശരണം, തട്ടുമ്പുറത്തപ്പ ശരണം. കാത്തുണ്ണി അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ. തട്ടുമ്പുറത്തപ്പ ശരണം, തട്ടുമ്പുറത്തപ്പ ശരണം, തട്ടുമ്പുറത്തപ്പ ശരണം. ഉണ്ണി, എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ദിവസത്തിൽ 2 നേരം മതി. കാലത്തൊന്ന്, വൈകിട്ടൊന്ന്. കേട്ടോ?
പിന്നെ എന്തിനാ ഉണ്ണി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുളിക്കണത്? തോന്നിയാസം തോന്നുമ്പോ കുളിച്ചോളാൻ ആസാം പറഞ്ഞിട്ടുണ്ട്. മോളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. രാത്രി മഴ പെയ്യണ പോലെയൊക്കെ തോന്നി. ഇന്നലെ രാത്രി മഴയൊക്കെ പെയ്തുവോ? ഏയ് മഴേ. ആരൊക്കെയോ സംസാരിക്കണ പോലെയും തോന്നി. അതൊക്കെ ഈ പനിയുള്ളപ്പോൾ തോന്നണതാ. ആ ഇത് കുടിക്കാം. രാത്രി ഇപ്പം ആരങ്ങനെ മുകളിലിരുന്ന് വർത്താനം പറയണ? തോന്നണതായിരിക്കും. ഭക്ത, എപ്പോഴും ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കണത് അത്ര നല്ലതല്ല. പുറം ലോകം കാണണം, നാടറിയണം, ഇടപെടണം. പോയി നടന്നു വരൂ. ഞാൻ പുറത്തിറങ്ങിയെന്ന കളിയൊക്കെയുള്ളൂ. പൊട്ട അന്തക്കടന്നൊക്കെ വിളിക്കുക. നീ എന്തിന് അധൈര്യപ്പെടണം? നിന്നോളം ബുദ്ധിശക്തിയും സൗന്ദര്യവും മറ്റാർക്കാണുള്ളത്? നീ അഥവാ നിന്നെ ആരെങ്കിലും കളിയാക്കിയാൽ തന്നെ മനസ്സിൽ എന്നെ വിചാരിക്കുക. നിവർന്നു നിൽക്കുക. നിവർന്നു നിൽക്കൂ. ഇനി ശ്വാസം ആഞ്ഞു വലിക്കുക. ഇനി ശ്വാസം വിടൂ. വിട്ടോളൂ, വിട്ടോളൂ നീ. എന്നിട്ട് കണ്ണ് തുറന്നു നോക്കുക. ആൾ പിന്മാറിയിരിക്കും. ധൈര്യമായി പുറത്തു പോയിക്കോളൂ. പോയിക്കോളൂ. ഹലോ, സ്ഥലം മനസ്സിലായോ? എവിടെ? നീ പറഞ്ഞ മാതിരി പാലും മെറിഞ്ഞെന്നുള്ള വീട് ഈ പ്ലാക്കാറ്റി പരിസരത്തില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? എടാ, വീടറിയാതെ ഞാൻ എന്താ ചെയ്യാ? ഈ
അവിടെ എന്തെങ്കിലും വഴി ഉണ്ടാക്കാൻ പറ്റുമോ നോക്ക്. ആ ഇല്ലെങ്കിൽ ഒരു വഴിയുണ്ട്. ഇവിടുത്തെ ചെക്കനെ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവണ രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നീ ആളെ വളർന്നൊന്നിലേക്ക് വിട്ടോ. അവനെ കണ്ടു കഴിഞ്ഞാൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഓക്കേടാ, ഞാൻ തിരിച്ചു വിളിക്കാം. അതെ, വാളറങ്ങൊന്നിലേക്ക് കേട്ടോ, സ്ഥലം മാറണ്ട. ഓക്കെ. ആ ശരി. തട്ടുമ്പോൾ തപ്പാ സാരണം. ഞാൻ ചെന്നപ്പോ അവൻ ഓടി. തട്ടുമ്പോൾ തപ്പാൻ പറഞ്ഞുണ്ട്. ദാനിച്ച് ശ്വാസം പിടിച്ചു നിന്നു. ഓടി, ഞാൻ കണ്ടപ്പോ ഓടി. ഇപ്പൊ ബോധ്യമായില്ലേ വേണ്ടത്ര ബുദ്ധിയും ശക്തിയും ഒക്കെ ഉണ്ടെന്ന്? ഇനി പ്രാർത്ഥന നിർത്തിക്കോളൂ. പോയി പറ്റാവുന്ന വല്ല പണികളും നോക്കിക്കോളൂ. പിന്നെ ഒരു കാര്യം, എൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യ. അവിടെ ആരുമില്ല. ഇപ്പം നടക്കാൻ വയ്യ. പാറുവോ നേരാക്കുവോ? എനിക്കാരുമില്ല. ഉണ്ണി, ഇന്നൊരു സ്വാമി വരുന്നുണ്ട്. വാളാരംകുന്നിലാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത്. ഉണ്ണി അങ്ങോട്ട് ചെന്നാ മതി. അമ്മയുടെ അസുഖത്തിനുള്ള മരുന്ന് ആ സ്വാമി തരും. ഉണ്ണിക്ക് സ്ഥലമൊക്കെ അറിയില്ലേ? എന്നാ ചെന്നോളൂ. സ്വാമി 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 അവിടെ വരും. സ്വാമി ചെക്ക ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വാളാരംകുന്നിലേക്ക്. വാളറങ്ങൊന്നിലേക്കല്ലേ? അതെ, വാളാരംകുന്നിലേക്ക്. അത് ഞാൻ ഏറ്റു. അവിടെ ഉള്ള ഒരുവിധ ആൾക്കാരൊക്കെ അറിയാം. ആളെ കണ്ട ഞാൻ അറിയാം. അങ്ങനെ പറഞ്ഞ പോരാ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ അവിടെ പ്രശ്നം? ഞാനിവിടെ ഒരു ദൈവമായിട്ടായിരിക്കണത്. ദൈവോ? ആ, ഏത് ദൈവം? ഒരു പുതിയ ദൈവാടോ. തട്ടും പുറത്തപ്പനായിട്ടായിരിക്കണത്. അത് നന്നായി. അവൻ വരണത് അമ്മയുടെ അസുഖത്തിനുള്ള മരുന്ന് മേടിക്കാനാണ് കേട്ടോ. ഞാൻ പിന്നെ മരുന്നും കൊടുക്കണം. എന്തെങ്കിലും ഒരു മരുന്ന് കൊടുക്കൂ. എന്ത് മരുന്ന്? വല്ല പാരാസെറ്റമോൾ കുത്തി കലക്കി കൊടുക്കൂ. അന്ന് മരുന്ന് തട്ടുമ്പോൾ തപ്പം പറഞ്ഞു. അമ്മയ്ക്ക് വയ്യ. ഉണ്ണി ഒന്നും പറയണ്ട, എല്ലാം എനിക്കറിയാം. അമ്മയ്ക്ക് വയ്യല്ലേ? തട്ടുംപുറത്ത് അപ്പന്റെ അരുളപ്പാടുണ്ടായിരുന്നു. അത് അമ്മ തട്ടുമ്പോൾ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും. എണീറ്റോളൂ, നന്നായി വരും. ഇതാ, ഇത് കൊണ്ടുപോയി അര ഗ്ലാസ് വെള്ളത്തെ കലക്കി പലവട്ടായിട്ട് കൊടുക്കുക. എന്നാ ഉണ്ണി പൊയ്ക്കോളൂ, നിക്കണ്ട, പൊക്കോളൂ, പൊയ്ക്കോളൂ. ദക്ഷിണ മറന്നു കൊടുക്കാം. എന്താ ഇയാളെ കണ്ട? ഇവനിക്കറിയാം. ഇവൻ സകല അമ്പലങ്ങളിലും കേറി ഇറങ്ങി നടക്കുന്ന ഒരാളാ. ഇവന്റെ അച്ഛൻ മുമ്പ് പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്നു. ഇത് നീ പറയണ പോലെ ഒന്നല്ലോ.
പ്ലാക്കാറ്റും ഒക്കെ കഴിഞ്ഞടക്കണോ? നാറീരെത്തി. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ഒരു കാര്യം ചെയ്യേ, രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ നേരെ പിന്നാമ്പുറത്തൂടെ കയറി കഴിഞ്ഞാ വാവനൂർ റോട്ടിലെത്തും. ഈ അവിടെ കയറി ഇന്നാ മതി, ഞാൻ അങ്ങോട്ട് എത്താം. ഓക്കെ, എന്നാ ശരി, ഞാൻ ഇറങ്ങുമ്പോൾ വിളിക്കാം. ആ ശരി ശരി. ഓക്കെ. പലവട്ടായിട്ട് കഴിക്കാൻ സ്വാമി തന്നതാ മരുന്ന. ഇപ്പൊ കുറച്ച് പിന്നെ ഉച്ചക്ക്. എന്താ അത്? ഇത് മരുന്ന. മരുന്നോ? എന്ത് മരുന്ന്? തട്ടുമ്പർത്തപ്പം പറഞ്ഞ് തന്ന സ്വാമി തന്ന മരുന്ന. കുടിച്ചോളൂ. ആരായി തട്ടുമ്പർത്തപ്പൻ? നമ്മുടെ ദൈവേ, ഇവിടുത്തെ ദൈവം, ഇവിടുത്തെ ദൈവമാണ്. കുടിച്ചോളൂ, കുടിച്ചോളൂ. നമ്മുടെ സൂക്കടൊക്കെ ഭേദാവും. സ്വാമി തന്നതാ. ഇന്ന് വാളും കുന്നിലേക്ക് ഇന്നെ വിളിച്ചിട്ട് സ്വാമി പ്രത്യക്ഷപ്പെട്ടു. മരുന്ന് തന്നതാ. ഒക്കെ ഭേദാവും, ഒക്കെ ഭേദാവും. നമ്മുടെ സൂക്കടൊക്കെ ഭേദാവും. തട്ടുമ്പോഴത്തപ്പാ ശരണം, തട്ടുമ്പോഴത്തപ്പാ ശരണം, തട്ടുമ്പോഴത്തപ്പാ ശരണം, പൊറുക്കണേ. എടാ, നീ ആ മുകളിലേക്കൊന്ന് പോയി നോക്ക്. അവിടെ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. പൂച്ച പെറ്റെടുക്കണൊറ്റ ഉണ്ടാവോ? ഒന്ന് പോയി നോക്ക്. നോക്കാം, ഇയാണ്ട് പോയി നോക്ക്. ആ സ്റ്റൂൾ എടുത്തിട്ടേ അവിടെ അതിൻ്റെ അടിയിൽ കൊണ്ടുവച്ചിട്ടേ ആ ത്ലാത്തിൻ്റെ ഇടയിൽ കൂടെ ടോർച്ച് അടിച്ച് നോക്ക്. അതേ മോളിക്ക് കയറുന്നു വേണ്ടട്ടോ. ആളെന്നെ വർത്തമാനം പറയണ പോലെ. പിന്നെ ആളിങ്ങനെ മുകളിലിരുന്ന് വർത്താനം പറയല്ലേ. തട്ടുമ്പോഴത്തപ്പാ ശരണം, അങ്ങോട്ട് കിടക്കാൻ പാടില്ല. അടച്ചു പൂജ, അടച്ചു പൂജ എന്തേട്ടാ അങ്ങോട്ട് കിടക്കാൻ പാടില്ല. അടച്ചു പൂജയാണ്, അടച്ചു പൂജ. തട്ടുമ്പുറത്ത് നോക്കാൻ എന്താ ഇവിടെ അടച്ചു പൂജയാണ്. തട്ടുമ്പോഴത്തപ്പിന് പോയിക്കോ പോയിക്കോ. സഭിക്കും സഭിക്കും പറഞ്ഞാ മനസ്സിലാവില്ല. പൂജ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ നോക്കാൻ പാടില്ല, കറക്കാൻ പാടില്ല. അടച്ചു പൂജയാണ്. ഇപ്പൊ ശാപം കിട്ടും. പ്രാർത്ഥിക്കേണ്ട സമയാണ്. എന്താ തമാശ കളിക്കണത്? എന്താടാ കാണിക്കണേ കുട്ടികളോട് അങ്ങനെ ആക്രമം? അടച്ചു പൂജയാണ്. ഇപ്പൊ കറക്കാൻ പാടില്ല. എന്താ പോനെന്നാ മോളിക്ക് പോയി നോക്കിച്ചിട്ട് ബഹളം? ആരെ എന്തല്ലാത്തൊക്കെ പറഞ്ഞു കൊടുക്കണതാവും. തട്ടുമ്പുറത്താപ്പനാത്രേ അച്ഛൻ വന്നാ പറഞ്ഞു കൊടുക്കണം. എന്തെങ്ങനെ അഹമ്മദി കാണിച്ചു കൊടുക്കണ്ട്. അടച്ചു പൂജയാണ്. അറിഞ്ഞാ മനസ്സിലാവും. വിശ്വാസമില്ല. അടച്ചു പൂജ സഭിക്കുള്ളൂ. അറിഞ്ഞാ മനസ്സിലാവും. തട്ടുമ്പോഴത്തപ്പാ പൊറുക്കണേ, തട്ടുമ്പോഴത്തപ്പാ പൊറുക്കണേ. വിശ്വാസം ഇല്ലെങ്കിൽ എന്താ ചെയ്യാ? തട്ടുമ്പോഴത്തപ്പാ ശരണം, തട്ടുമ്പോഴത്തപ്പാ ശരണം. ആ കുത്തുകേസിൽ പെട്ടിട്ടുള്ള ആള് ഇവിടെ ഉണ്ടെന്നാണ് ഈ ചെക്കൻ്റെ കാര്യം. ഞാൻ എത്ര പണി ഇവരൊന്നാട് കേറിയ പണല്ലോ. സാരില്ല. വന്നതാണ്. സമ്മതിക്കില്ല, സമ്മതിക്കില്ല. അറിയാല്ല. തമാശ കളിക്കാം. എടാ മോനെ, അവരൊന്ന് കേറിക്കോട്ടെ, അവരൊന്ന് നോക്കിക്കോട്ടെ. എന്താണ് കഥ? എല്ലാ അമ്മക്കും സ്വാമി മരുന്ന് നടക്കും. അമ്മ നടക്കാൻ തോന്നും. വളരെ മുന്നിൽ സ്വാമി പ്രത്യക്ഷപ്പെട്ട ഊരിക്കണേ. ചന്ദ്ര, സമ്മതിക്കില്ല. വേണ്ട വേണ്ട വേണ്ട. തട്ടുഭർത്താപ്പിനെ പ്രാർത്ഥിക്കണേ. ഉണ്ണി, അവര് കേറിക്കോട്ടെ, ഒന്ന് നോക്കിക്കോട്ടെ. അതിനെന്താ? വേണ്ട. ഞാൻ കത്തില്
എടാ, കയ്യ് വല്ലാതെ പിടിച്ചിരിക്കല്ലേ പറഞ്ഞ മാതിരി മോലാദ്യം കണ്ടില്ലല്ലോ. മോൻ പോയി നോക്കി. ആരാ കണ്ടു പറഞ്ഞു? അവിടെ മോലാരുമില്ല. അവിടെ ആരുമില്ല. രാത്രി കൃഷ്ണനായിട്ട് ഓടി പോകുന്ന കണ്ടെന്നാ പറയുന്നത്. കണ്ടു നേരിട്ട് പറഞ്ഞു. ചെക്കനങ്ങോട്ട് കടത്തില്ല. ചെക്കനെ കയ്യിൽ വെട്ടത്തില്ല കൊണ്ടേ. അവിടെ ഇരിക്കടാ, എന്താ കുഴപ്പമൊന്നുമില്ല. അവര് പോയില്ലേ, പിന്നെന്താ? എങ്ങടെ ഇങ്ങോട്ട് വന്നാ, ഇങ്ങോട്ട് വാ, അവിടെ വന്നിരുന്ന. അവിടെ ഇരിക്കൂ, അവിടെ ഇരിക്കടാ. എന്തായി അവിടെ അവിടെ ഇരുന്ന പോയിട്ട് എന്തായി ഇങ്ങനെ? അവിടെ ഇരിക്കും. ആശാന് പോവാ. നിക്ക്, പോവാൻ വരട്ടെ. ആ ചെക്കൻ പറഞ്ഞെന്തെങ്കിലും മനസ്സിലായി നിനക്ക്? ഇല്ലേ? ആരെയും തട്ടും പുറത്തപ്പൻ എനിക്കറിയില്ല കേട്ടോ. എന്നാ ഒന്ന് അറിഞ്ഞിട്ട് പോവാ. തട്ടുമ്പുറത്ത് അപ്പൻ എന്താ ശുദ്ധി കലശം ചെയ്യേണ്ടി വരും. ഒക്കെ വൃത്തികളാണ്. തട്ടുമ്പുറത്ത് അപ്പൻ എൻ്റെ മുമ്പിൽ മാത്രം വന്നാൽ മതി. എൻ്റെ മുമ്പിൽ ആരും വരണ്ട. ആരും വന്ന് കണ്ടില്ലോ, സന്തോഷമായി. എൻ്റെ മുമ്പിൽ മാത്രം എന്നെ പിടിച്ചു. ഇപ്പം കുറെ കൊതറി ഞാൻ. പിന്നെ തട്ടുമ്പുറത്ത് അപ്പം പറഞ്ഞതിലെന്ത് ശ്വാസം വലിച്ച് പിടിച്ചപ്പോൾ എന്നെ പിടിച്ച് നിർത്തിയതാ. ഇല്ലെങ്കിൽ ഞാൻ ഒരാളും വിട്ടായിരുന്നില്ല. എല്ലാവർക്കും ശാപം കിട്ടും. തട്ടുമ്പുറത്ത് അപ്പൻ എൻ്റെ മുമ്പിൽ മാത്രം വന്നാൽ മതി. അതിൻ്റെ മുമ്പിലൊന്നും വരണ്ട. തട്ടുമ്പുറത്തപ്പാ ശരണം, തട്ടുമ്പുറത്തപ്പാ ശരണം, തട്ടുമ്പുറത്തപ്പാ ശരണം, തട്ടുമ്പുറത്തപ്പാ കാത്തോളണേ.
പോറ്റുന്ന തട്ടുംപുറത്തപ്പൻ ശരണം. ചുറ്റുവിളക്ക് കതിന മുക്ക